ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? വിളമീനെ ഞാൻ പിന്നെ മേടിച്ചിട്ടാ. വിളമീൻ കാണുമ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു എന്തെന്നാ പറയണതിന് ഭയങ്കര ആവേശമാട്ടാ. അപ്പോൾ ഇന്നൊരു പ്രാവശ്യം മേടിച്ച് ചെറുതായിരുന്നു കേട്ടോ, 1 കിലോത്തിൻ്റെ ഒരെണ്ണം മേടിച്ചിട്ടാ. അപ്പോൾ അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മാങ്ങയിട്ട് കറി വെച്ചതാണ് കേട്ടോ. പിന്നെ 5-6 കഷ്ണം വറുക്കാൻ പുരട്ടി വെച്ചിട്ടാ, അതെടുത്തിട്ടില്ല, അത് എപ്പോഴെങ്കിലും എടുക്കണം. അപ്പോൾ വിളമീൻ ഞാൻ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് 1-ാം പാൽ 2-ാം പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കിയ കറിയാണ്. പിന്നെ ചുമന്ന അച്ചിങ്ങ, അത് ഈ നാട്ടിലെ തന്നെ അച്ചിങ്ങയാണ്. അപ്പോൾ അതൊരു കെട്ട് മേടിച്ച് അതൊന്ന് ഉലത്തി. പക്ഷെ ഒരു കാര്യം, ചെമ്മീനില്ല കേട്ടോ, ചെമ്മീനില്ലാതെയാണ് ഒന്ന് ഉലത്തിയേക്കണം, ചെമ്മീനില്ലായിരുന്നു. അത് ഉലത്തി. അപ്പോൾ പൊളിയാണ് കേട്ടോ കൂടുതലും അതിൽ. പിന്നെ ഇത് നെല്ലിക്ക ചതച്ച് ഉള്ളിയൊക്കെ ഇട്ട് ചതച്ചതാണ്. എൻ്റെ മോനെ ചെവി തിന്നണേണ്, നെല്ലിക്ക ചതച്ചതാണെന്നും പറഞ്ഞ്. അപ്പോൾ നെല്ലിക്കയും ഉള്ളിയും ഒക്കെ കൂടി ചതച്ചെടുക്കണ ഒരു നല്ല രസമാണ് കേട്ടോ. അതാണ് ഒരെണ്ണം. ഇതാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി. അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയാമോ? നമുക്കിന്ന് ഒരു വിളമീൻ കിട്ടിയിട്ടുണ്ട്. 1 കിലോത്തിൻ്റെ അടുത്തുണ്ടായി ഒരു വിളമീൻ കേട്ടോ. അപ്പോൾ കൊതി കാരണം മേടിച്ചതാണ് കേട്ടോ ഒന്നും കൂടി വിളമീൻ. അപ്പോൾ ഞാനിന്ന് മാങ്ങായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാൻ പോണ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ റെഡിയാക്കാൻ പോവാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്കല്പം ഉലുവ പൊട്ടിക്കാം. ഇതിലേക്ക് ചതച്ച ഉള്ളിയാണ് കേട്ടോ. ചതച്ച ഉള്ളി 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചതച്ചതാണ്. ഇഞ്ചിയാണ്, ഇഞ്ചി ചതച്ചതാണ്. എല്ലാം ചതച്ചാണ് എടുത്തേക്കണത്. ഒന്ന് വാടട്ടെ. അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം. ഒരു 5 പച്ചമുളകാണ്, എരിവെള്ള മുളകാണ്, അതിട്ട് കൊടുക്കാം. അപ്പോൾ വിളമീൻ മേടിച്ചപ്പോൾ കുറച്ച് ഞാൻ കറിക്കും ഒരു 5-6 കഷ്ണം വറുക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് വറക്കണില്ല, ഇന്ന് കറി മാത്രമേ റെഡിയാക്കുന്നുള്ളൂ. വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കും എന്നാണ് നമ്മുടെ നിതായും പൊന്നും ഒക്കെ പറയണത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ സമയത്ത് നമുക്കൊരു തണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില. ഇതെൻ്റെ വീട്ടിലല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ, ഐറിഷ് ചേച്ചിയുടെ വീട്ടിലെ വേപ്പിൽ നിന്ന് ഞാൻ ഇത്തിരി വേപ്പില എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഐറിഷ് ചേച്ചി ഇവിടെ ഇല്ല, ഐറിഷ് ചേച്ചി ഔട്ട് ഓഫ് കൺട്രി ആണ്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ ചേച്ചി. അപ്പോൾ വേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ഉള്ളിയൊക്കെ ഒരു ഇതായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-ാം പാലാണിത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് തന്നെ എടുത്തത്, ചെറിയ തേങ്ങ. വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങയുടെ പാൽ മതിയാവും. ഇപ്പോൾ ഒരുവിധം ചെറുതായിരുന്നു തേങ്ങ. ഇതിലേക്ക് ഒരു വലിയ മാങ്ങയാണ് കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ചാറൊക്കെ തിളച്ചു.
നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ. അതങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ കഷ്ടി ഉണ്ടായ ഒരു ചെറിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ എത്തിന്ന് ഒരു 5-6 കഷ്ണം വറുക്കാൻ പുരട്ടി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ഒരു പ്രാവശ്യം മേടിച്ചവർ പിന്നെയും മേടിക്കണമെന്ന് തോന്നിപ്പോവും. ഡേസി ചേച്ചി പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം മേടിച്ച പണിയാണ് ഞാൻ പിന്നെ എപ്പോഴും മേടിക്കാൻ തോന്നുന്നു. അത്ര ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഇത്. വെള്ളമീൻ എന്നാണ് പറയണത്. പല നാട്ടുകളിലും പല പേരുണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമീൻ എന്നാണ് പറയണതിന്. ഈ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കറിയൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തിളച്ചിട്ടൊരു 10 മിനിറ്റായി. എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി ആനുണ്ട്. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ഇതിൻ്റെ ഒപ്പം പുളിയൊക്കെ ഇളകി റെഡി ആവണം. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഇനി 1-ാം പാലുണ്ട് വേറെ, അതൊഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കറി നോക്കാം കേട്ടോ. കറി തിളച്ച് റെഡിയായേക്കണേണ്. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ചൂട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയൊരു തിള വന്നാൽ മതി. ചെറിയൊരു തിള വന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒപ്പം ഒരു 2-3 കഷ്ണം ഉള്ളിയും കൂടി ഒന്ന് വറുത്തിടണം. ഇതിൽ താളിച്ചിടണം. അപ്പം നമുക്ക് 2-3 ഉള്ളി താളിച്ചിടാം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അല്പം 4-5 കഷ്ണം ഉള്ളി ഒന്ന് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം കേട്ടോ. ഫ്രഷ് കറിവേപ്പിലയാണ്. തീ ഓഫ് ചെയ്യാം. അല്പം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം. നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ താളിപ്പങ്ങാട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചാറ് നല്ല കുറുകുറ ചാറായിട്ടാണ്. അങ്ങനെ നമ്മുടെ വെള്ളമീൻ മാങ്ങ ഇട്ട് വെച്ചത്, തേങ്ങാപ്പാലിൽ വെച്ച കറി റെഡിയായി. ഇത് കണ്ട ചാറ് നല്ല കുറുകുറ ചാറാണ് കേട്ടോ. ഉപ്പും പുളിയൊക്കെ പാകമാണ് ഞാൻ നോക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ വെള്ളമീൻ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. എന്ത് വന്നപ്പോൾ അല്പേ ഉള്ളൂ. അപ്പോൾ എടുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ വിളമീൻ ഞാൻ ചോറിൻ്റെ അരിയിൽ തന്നെ ഇടണം കേട്ടോ.
പാത്രത്തിലിട്ട ആ ഗ്രേവി പാത്രത്തിൽ പിടിക്കുമെന്ന് ഓർത്ത് അത്രയും പിശുക്കത്താണ്. ഇപ്പോൾ ഒരു കഷ്ണം വിളമീൻ എടുക്കാം. ഓ എന്താ മണം! മാങ്ങ അടിപൊളി മാങ്ങ ഉണ്ടായി. മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇവിടെ ഉണ്ട് മാങ്ങ. മാങ്ങ ഒരു കഷ്ണം എടുക്കട്ടെ. പിന്നെ ഇത് അച്ചിങ്ങയാണ്. ചിക്കൻ പൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ചെമ്മീനുണ്ടായെങ്കിൽ ബഹ് കേമമായിരുന്നു. ചെമ്മീനില്ലാണ്ടായിപ്പോയി. പിന്നെ നെല്ലിക്കയാണ്. ഈ നെല്ലിക്കയിൽ കാന്താരിമുളകൊക്കെ ഉണ്ട് കേട്ടോ. കാന്താരിമുളകൊക്കെ അപ്പനും മോനൊക്കെ നന്നായിട്ട് കടിച്ചു തിന്നും. പക്ഷേ എനിക്ക് പറ്റില്ല, എരിവ് ഭയങ്കര. കഴിക്കാം. ഓ മാങ്ങ തന്നെ മുമ്പിൽ കെട്ടി. എന്തായാലും ഇത് മാങ്ങ എന്നാൽ അടിപൊളി മാങ്ങ കേട്ടാ. വിളമീൻ്റെ ഒരു കഷ്ണം ഇത്തിരി കഴമ്പൊക്കെ നോക്കട്ടെ. പൊളിയാണേ പൊളി, സൂപ്പറാട്ടോ. നല്ല ടേസ്റ്റാണ്. അച്ചിങ്ങ നോക്കാം. നാടൻ അച്ചിങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പയറാണ് കൂടുതലും ഇതിൽ. പിന്നെ നെല്ലിക്കയാണ്. നെല്ലിക്ക തിന്നാൽ വെള്ളം കുടിക്കണം. ഞാൻ സാധാരണ നെല്ലിക്ക തിന്നണത് ഭരണിയിൽ നിന്ന് തന്നെ ഉപ്പിലിട്ടതുണ്ടല്ലോ, അതൊന്നും രണ്ടൊക്കെ എടുത്ത് തിന്നും കേട്ടോ. ഒരു വായ്ക്കൊരു രുചിക്കൊക്കെ വേണ്ടി. ഇതാണ് എൻ്റെ പരിപാടി. ഇങ്ങനെ കഴിക്കൽ കുറവാണ്. അപ്പനും മോനും ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. വിളമീൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച ഒരു കറി, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, നെല്ലിക്ക കുത്തിച്ചതച്ച് റെഡിയാക്കി എടുത്തത്. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നെയും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ, എന്നോട് ഒന്ന് കൂട്ടുകൂടണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.